നമുക്ക് കുറച്ച് ടിപ്സ് ആയാലോ. നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഇറച്ചിയാണെങ്കിലും ഇതുപോലെ തന്നെ വെക്കാവേ. ഇനി അടുത്തതായിട്ട് നമുക്ക് പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി കേട്ടോ. നമ്മൾ തൈര് ചേർക്കുന്ന കറികൾ തയ്യാറാക്കുന്ന സമയത്ത് തൈര് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയേ ചെയ്യാവുള്ളൂ, അല്ലാതെ തിളപ്പിച്ചെടുക്കരുതേ. അടുത്തായിട്ട് ഈന്തപ്പഴം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാട്ടോ. നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം വരെ കേടാകാതെ തന്നെ ഇരുന്നോളുവേ. നമ്മൾ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് റൈസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ബിരിയാണി റൈസ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ നെയ്യിൽ തന്നെ തയ്യാറാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മുട്ട പുഴുങ്ങുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് പുഴുങ്ങി നോക്കണം കേട്ടോ. കടല തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. നല്ല ചൂട് വെള്ളത്തിൽ 1 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മീനും ഇറച്ചിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇരിക്കൂലേ, അപ്പൊ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഫ്രീസ് ഒന്നും മാറിക്കിട്ടുവേ. കടലക്കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കടല എടുത്തിട്ട് പേസ്റ്റ് ആക്കി കറിയിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയേ. അതുപോലെ മീനും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം പെട്ടെന്ന് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് വെച്ചതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഐസൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി കറിയിൽ നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കിയതിന് ശേഷം കുറച്ചെടുത്തൊന്ന് അരച്ച് ചേർത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റും കുറുകിയും കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്ത് ഇതുപോലെ പിടിച്ചു നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം. അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മുടെ പുട്ടുപൊടി നല്ല കറക്റ്റായിട്ട് നനച്ച് കിട്ടുന്നത്. കൂർക്ക തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കറുത്ത് നിറമൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ മഞ്ഞൾപ്പൊടിയിലേക്ക് ക്ലീൻ ചെയ്ത് ഇട്ട് വെച്ചാൽ മതിയേ. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ചീരയൊക്കെ കൂടുതൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞുതരാവേ. ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 2 ദിവസം കൂടുമ്പോൾ ഒന്ന് പേപ്പർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് അങ്ങനെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഉപ്പുവെള്ളം തളിച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പച്ച കളറ് പോകാതെ ഇരിക്കുകയും ചെയ്യും.